അമ്മേ, എനിക്ക് ആ ഉണ്ണിയെ തട്ടിയെടുത്ത ഭൂതത്തിന്റെ കഥ പറഞ്ഞു തരുമോ? അതേത് കഥ? പണ്ട് പണ്ട് ചിലമ്പണിഞ്ഞ കാലുകളും ചായമണിഞ്ഞ കിരീടവും അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളുമായി അലഞ്ഞു നടന്നിരുന്ന ഒരു ഭൂതമുണ്ടായിരുന്നു. കുന്നിന്റെ ചെരുവിലിരുന്നു കൊണ്ട് കിളിവാതിലിൽ കൂടെ ഭൂതം പുൽമേട്ടിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. എന്നിട്ടോ? പൈക്കളുടെ പാല് കട്ടു തിന്നും ആളുകളെ വഴി തെറ്റിച്ചും അവരുടെ ചോരയും നീരും വലിച്ചു കുടിച്ചുമാണ് ഭൂതം നടന്നിരുന്നത്. പിന്നെന്തു പറ്റി? കണ്ടാൽ കൊതി തീരാത്ത തങ്കക്കുടം പോലെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു നങ്ങേലിക്ക്. ആ ഉണ്ണിയെ തട്ടിയെടുക്കാൻ ഭൂതം പുലിയായും പെൺകുട്ടിയായും വന്നു. ഉണ്ണിയുടെ കയ്യിലെ എഴുത്താണി തട്ടിക്കളഞ്ഞ് ഉണ്ണിയെ ഭൂതം സ്വന്തമാക്കി. അയ്യോ, പിന്നെ നങ്ങിയേലിക്ക് ഉണ്ണിയെ തിരിച്ചു കിട്ടിയോ? ലോകം മുഴുവൻ നടുങ്ങിയിട്ടും നങ്ങേലി തന്റെ ഉണ്ണിക്ക് വേണ്ടി സ്വന്തം കണ്ണുകൾ പോലും പിഴുതെടുത്ത് ഭൂതത്തിനോട് അപേക്ഷിച്ചു. അപ്പോ ഭൂതം ഉണ്ണിയെ തിരിച്ചു കൊടുത്തോ? ഒടുവിൽ അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ഭൂതം തോറ്റു കൊടുക്കേണ്ടി വന്നു. ഉണ്ണിയെ നങ്ങേലിക്ക് തന്നെ തിരിച്ചു നൽകി. പിന്നെ ഭൂതം ഉണ്ണിയെ കണ്ടിട്ടില്ല? ഭൂതത്തിന് സങ്കടമായില്ലേ? പിന്നെ അതുകൊണ്ട് നങ്ങേലി ഭൂതത്തിനോട് ഇങ്ങനെ പറഞ്ഞു: മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കണ്ടം പൂട്ടുന്ന സമയത്ത് വന്നാൽ നിനക്ക് ഞാൻ ഉണ്ണിയെ കാണിച്ചു തരാം. പിന്നെ ഭൂതം ഉണ്ണിയെ കണ്ടോ? ഇല്ല. ഉണ്ണിയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കാൻ ഭൂതം വിട്ടുപോയി. അന്നു മുതൽ എല്ലാ വർഷവും ഭൂതം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഉണ്ണിയെ തേടി അലഞ്ഞുകൊണ്ടേയിരുന്നു.